കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വെല്ലുവിളിയുമായി പ്രതി ജിതിൻ ഭാസ്കർ 10 പേർക്കെങ്കിലും താൻ സ്ക്രീൻഷോട്ട് അയച്ചെന്ന് തെളിയിക്കാൻ കഴിയുമോ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് കഴിഞ്ഞാൽ താനാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ചോളൂ എന്നും ജിതിൻ ഭാസ്കർ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പാർട്ടി നേതൃത്വം പറഞ്ഞതുകൊണ്ട് ഒന്നും പറയുന്നില്ലെന്നും ജിതിൻ ഭാസ്കർ. ബെൻസൺ ബാബുവാണ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, വലിയ സ്വീകരണമൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തെ ജിതിൻ ഭാസ്കറിന് എന്തായാലും അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ നൽകിയത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ആ കൂടി ധൈര്യത്തിലാണോ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തുന്നത്? ഈ വെല്ലുവിളിയുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? അതിനൊക്കെയുള്ള തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുകൂടി ഉണ്ടോ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ? ശ്യാമിലി, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജിതിൻ ഭാസ്കർ ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് തന്നെ പറയാം. അതായത് അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലാണ്: താൻ ഇത്തരത്തിൽ ഈ വിവാദ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ആ കുറ്റം താൻ ഏറ്റെടുക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് 200 പേർക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജായി ഈ വിവാദ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു, ജിതിൻ ഭാസ്കർ അയച്ചു കൊടുത്തു എന്നുള്ളതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് കുറ്റപത്രത്തിൽ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് മൊഴിയായി ജിതിൻ ഭാസ്കർ തന്നെ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതുമാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ റിമാൻഡിൽ നിന്നും പുറത്തിറങ്ങിയ ജിതിൻ ഭാസ്കർ ആ നിലയിലല്ല കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ താൻ ആർക്കും ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടില്ല, ഒരു 10 പേർക്കെങ്കിലും താൻ ഇത് ഷെയർ ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആൾ ചോദിക്കുന്നത്. അതുമാത്രമല്ല, ഈ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഇയാൾ തയ്യാറാക്കിയത്, ജിതിൻ ഭാസ്കർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ എതിർ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും വിശദമാക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിൽ കോൺഗ്രസ്സുകാരുണ്ട്, ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ മക്കളടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ താൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നെങ്കിൽ അവർക്കും ലഭിക്കുമായിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ജിതിൻ ഭാസ്കർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്. കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ പറയാൻ ഒത്തിരിയുണ്ട്, കേസ് കോടതിയിലാണ്, പറയേണ്ട എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് താൻ നിരപരാധിയാണ് എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു ശ്രമം ജിതിൻ ഭാസ്കർ നടത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തെളിവുകളെല്ലാം എത്തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അത് മാത്രമല്ല, നമുക്ക് മനസ്സിലാകുന്ന കാര്യം അനുസരിച്ചാണെങ്കിൽ കോടതിയിൽ നിൽക്കുന്ന കേസ്, അത് മാത്രമല്ല ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ജിതിൻ ഭാസ്കർ തന്നെ 200-ലധികം ആളുകൾക്ക് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജിതിൻ ഭാസ്കറിന്റെ ഈ ഒരു വാദം ഏത് നിലയിൽ നിലനിന്ന് പോകുമെന്നതും മനസ്സിലാകുന്നില്ല ശ്യാമിലി. ശരി, ബെൻസൺ വിവരങ്ങൾ നൽകിയത്.